അസൂയ പോലെ മനുഷ്യൻ്റെ ആനന്ദം കെടുത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ ആരാധന എന്ന് പറയുന്നത്. ഈ നമുക്ക് പൊതുവായിട്ട് കഴിവുള്ള മനുഷ്യരെ, ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരെ, ചലച്ചിത്ര താരങ്ങളെ, കായിക താരങ്ങളെ, അങ്ങനെ രാഷ്ട്രീയ നേതാക്കളെ, അങ്ങനെ പല ആൾക്കാരോടും നമുക്ക് ആരാധന തോന്നും. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ബസ്സിലെ അത്രയും വലിയൊരു വണ്ടി ഓടിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ആ ഡ്രൈവറോട് ആരാധന തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബെല്ലൊക്കെ അടിച്ചിട്ട് പോട്ടെ പോട്ടെന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഓടി ഒരു ഷൈനിങ് ഒക്കെ കാണിച്ചിട്ട് ഓടി വന്ന് കമ്പിയെ പിടിച്ച് ചാടി ആ ഫുട്ബോളിലോട്ട് കയറുന്ന ഈ ബസ്സിലെ കിളിയോട് നമുക്കൊരു ആരാധന, എനിക്കൊക്കെ ആരാധന തോന്നിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വേറൊരു ബസ്സിൽ കയറി, അങ്ങനെ മൂന്നാമതൊരു ബസ്സിൽ കയറി, നാലാമത് ബസ്സിൽ കയറി, അഞ്ചാമത് ബസ്സിൽ കയറി, അങ്ങനെ ബസ്സുകൾ മാറി മാറി കയറി തുടങ്ങിയ കാലമായപ്പം അത് നമുക്കതിലെ ആരാധന നഷ്ടപ്പെട്ടു. അതൊരു കൗതുകത്തിൽ നിന്നുണ്ടായ ഒരു ആരാധനയായിരുന്നു. ആ ആരാധന നഷ്ടപ്പെട്ടു. ഇത് സ്വാഭാവികമായിട്ടും പഠിച്ചാൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണെന്ന് ബോധ്യമായപ്പോൾ ആരാധന നഷ്ടപ്പെട്ടു. പക്ഷേ അതുപോലെയല്ല ചില വ്യക്തികളോട് തോന്നുന്ന ആരാധന. അത് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരോട് നമുക്ക് ആരാധന തോന്നാം. ഈ ആരാധന തോന്നുന്നത് നമ്മൾ അടിമ സമാനമായ ഒരു കീഴ്പ്പെടലായിട്ട് മാറുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ നമ്മൾ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതുമായ വ്യക്തി അതാരും ആയിക്കോട്ടെ, അവർക്കിടെ ജീവിതത്തിലുണ്ടാകുന്ന സകലമാന പ്രശ്നങ്ങളും അസ്വസ്ഥതകളും എല്ലാം നമ്മളെയും ബാധിക്കും. ഈ ആരാധകരുടെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ അവർക്കെതിരെ വരുന്നത് ആരോപണങ്ങളോ മറ്റെന്തോ എന്തെല്ലാം പ്രശ്നങ്ങളോ, ഇനി ഒരു കുറ്റകൃത്യമായിക്കോട്ടെ, അതിൻ്റെ പേരിൽ അവർ നിയമത്തിൻ്റെ ചോദ്യം ചെയ്യപ്പിലൂടെ അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം ഇവിടെ ഈ ആരാധകരായിട്ടുള്ള കുറേ ആൾക്കാർ ശബ്ദം ഉയർത്തും. പക്ഷേ അതിൻ്റെ വാസ്തവം പോലും അറിയാതെ ആ വ്യക്തിയോടുള്ള അന്ധമായ ആരാധന കൊണ്ടാണ് അപ്പോഴങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് വരെ. ഞാനൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാലത്ത്. കാരണം കൗമാരവും യൗവന കാലഘട്ടമോ തുടക്കമോ കാലഘട്ടം എന്ന് പറയുന്നത് ഒരെത്തും പിടിയും കിട്ടാത്തൊരു, എന്തൊക്കെയാണ് ഈ ലോകത്ത് സംഭവിക്കുന്നത്, നമ്മളെക്കാളൊക്കെ എത്രയെത്രയോ വലിയ വലിയ ആൾക്കാരെന്നൊക്കെയുള്ളൊരു ചിന്തയും കാര്യങ്ങളും. അപ്പം നമ്മളെന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ മറന്നു പോവുക. നമ്മളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്നോ, നമ്മുടെ സന്തോഷം എന്താണെന്നോ, നമ്മുടെ ആനന്ദം എന്താണെന്നോ തിരിച്ചറിയാൻ പറ്റാതെ നമ്മളേതോ മനുഷ്യർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സംഭവമാണ് ഈ ആരാധന എന്ന് പറയുന്നത്. ഇത് പല ഇതാണ്. ദൈവങ്ങളോടുള്ള ആരാധന പോട്ടെ, അത് അന്ധവിശ്വാസമാണ്, അത് ആരാധന എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലും ഇല്ലാത്ത വ്യക്തികളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഈ ഫുട്ബോൾ പ്ലെയർ, മറ്റേ വിദേശങ്ങളിലെ ഫുട്ബോൾ പ്ലെയർ നമ്മൾ കണ്ടിട്ട് പോലും, നമ്മൾ സ്ക്രീനിൽ മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. ചില ചലച്ചിത്ര താരങ്ങളെ അവരെ സ്ക്രീനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നമ്മൾ കൊതിക്കുക കടന്ന്, നമുക്ക് അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ സത്യത്തിൽ ചിന്തിക്കേണ്ടായിരുന്നു എന്ന് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? അവർ ഫുട്ബോൾ കളിക്കുന്നു, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഓടുന്നു, ചാടുന്നു, ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ വോളിബോൾ കളിക്കുന്നു, അങ്ങനെ വടം വലിക്കുന്നു, അങ്ങനെ പല പല കായിക മറ്റേ കലാപരമായ കായിക ഇതിലൊക്കെ പങ്കെടുത്തിട്ട് ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. പക്ഷെ അത് സത്യം, അത് കഴിവിൻ്റെ പേരിൽ അവരെ നമുക്ക് അംഗീകരിക്കാം, നമുക്കൊരു സ്നേഹമൊക്കെ തോന്നാം. അതിനപ്പുറത്തേക്ക് ആരാധിക്കുക എന്ന് പറയുന്നതും സ്നേഹവും നമ്മുടെ ഇതുമായിട്ടൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ആരാധിക്കുക എന്ന് പറയുന്നത്, ആരാധിക്കുന്ന ഒരു അന്ധവിശ്വാസം തന്നെയാണ് ആരാധന എന്ന് പറയുന്നത്. അതായത് നമുക്കില്ലാത്ത കഴിവുകളുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന മറ്റുള്ള മനുഷ്യരെ ആണ് ഈ ലോകത്തിൽ നമ്മളെക്കാളൊക്കെ വലിയവരെ, അവർക്കപ്പുറത്തേക്ക് വേറെ ആരുമില്ല എന്നുള്ളൊരു ധാരണ വരെ എത്തും. അപ്പം നമ്മളെന്ന് പറയുന്ന വ്യക്തി അവിടെ ഇല്ലാതായി പോവുക. നമ്മൾ പിന്നെ ഇല്ല, നമ്മൾ ശൂന്യം, നമ്മളൊരു അനുയായിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി കാത്തു നിൽക്കും. അവർ വരുന്ന വഴികളെ, അവരുടെ ഓരോ സ്ഥലങ്ങളിലുള്ള അവരുടെ ആ പ്രസൻറ്റ്, അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുന്നു. നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ നമുക്ക് ജോലി ചെയ്യേണ്ട, അല്ലെ ആനന്ദത്തിന് വേണ്ടിയോ അല്ലെ വിശ്രമത്തിന് വേണ്ടിയോ മറ്റെന്തിനു വേണ്ടിയോ നമ്മൾ ഉപയോഗിക്കേണ്ട സമയത്തിനെ വരെ നമ്മൾ അതിനൊപ്പം ചിലവഴിച്ച് കളയുകയാണ്. പക്ഷേ ആരാധന എന്ന് പറയുന്നത് 100% ഞാൻ പറയും നമ്മുടെ ആനന്ദം കളയുന്നതാണ്. മറ്റൊരാളെ ഓർത്തിട്ട് നമ്മൾ അവരുടെ ഉയർച്ചയും താഴ്ചയും അസ്വസ്ഥതയും എല്ലാം നമ്മൾ ആലോചിച്ച് നമ്മുടെ മനസ്സ് പുണ്ണാക്കി നമ്മുടെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്ക് വിടുക. അത് സിനിമ കാണാം, ഫുട്ബോൾ കളി കാണാം, ക്രിക്കറ്റ് കളി കാണാം, അതെല്ലാം ഇഷ്ടമുള്ളതാണെങ്കിൽ അതെല്ലാം നമുക്ക് കാണാം. വിനോദത്തിന് വേണ്ടി മാത്രം
ഉപയോഗിക്കേണ്ട സംഭവങ്ങൾ അതൊക്കെ. നമ്മുടെ ഒരു വിനോദം, നമ്മളത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അതിനപ്പുറത്തേക്ക് ഒരിക്കലും ആരെ തലച്ചോറിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആരാധനകൾ ഇല്ലാതാവുമ്പോൾ നമ്മളെന്ന് പറയുന്ന വ്യക്തി ആരാന്ന് നമ്മൾ തിരിച്ചറിയും. നമുക്ക് ഈ ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. നമ്മളിലുള്ള എല്ലാ കഴിവുകളെയും നമ്മൾ പുറത്തെടുക്കാൻ ശ്രമിക്കും. നമ്മൾ ഉല്ലാസവാനാകും, ആനന്ദവാനാകും. അങ്ങനെ നമ്മുടെ ജീവിതം സുന്ദരമാകും. ഈ ചെറിയ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത അസൂയയും ആരാധനയും ഒക്കെ കൊണ്ട് നടന്ന് നമ്മൾ എന്തിനാണ് വെറുതെ അസ്വസ്ഥതകൾ വെറുതെ ചിന്തയിൽ നിറച്ചിട്ട് ഈ സുന്ദരമായ ജീവിതത്തെ നമ്മൾ ആനന്ദമല്ലാതാക്കി കളയുന്നത് എന്ന് ഒരഭിപ്രായമാണ് ഇത്തവണ പറയാനുള്ളത്.